ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു കമ്പനീൻ്റെ IPO വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ടേഗ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ IPOയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കമ്പനിയെക്കുറിച്ച് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗൂഡ്സ് എന്ന സെക്ടറിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ് എന്നൊരു കാറ്റഗറിയിലാണ് ഈ കമ്പനി പെടുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ് ടേഗ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ കമ്പനി. കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020 വരെയുള്ള കണക്ക് പ്രകാരം സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പോളിമർ ബേസ്ഡ് മില്ലൈനേഴ്സ് ഉണ്ടാക്കുന്ന രാജ്യത്തെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയാണ് ടേഗ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി. കമ്പനിയുടെ ഒരു പ്രധാന വർക്കിംഗ് മേഖല എന്ന് പറയുന്നത് ഗ്ലോബൽ ക്ലയൻസിന് വേണ്ടിയിട്ട് മൈനിങ്, ബൾക്ക് സോളിഡ് ഹാൻഡ്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയൊരു മേഖലകളിലേക്ക് വേണ്ട പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് സോളിഡ് ഹാൻഡ്ലിംഗ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, സോളിഡ് ആയിട്ടുള്ള ഭാരം കൂടിയ അല്ലെങ്കിൽ അത്തരം ജൈജാൻറ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി, യന്ത്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സ്, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ വെബ്സൈറ്റും നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. കാരണം സാധാരണഗതിയിൽ നമ്മളൊരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് കമ്പനീൻ്റെ പ്രവർത്തന മേഖല ഉണ്ടാവാറ്. ഇത് വ്യത്യസ്തമായ ഒരു പ്രവർത്തന മേഖലയിലുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്ന് നോക്കിയിട്ട് വരാം. TegaIndustries.com എന്ന് പറഞ്ഞതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, അവരുടെ കമ്പനീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ, നേച്ചർ, അതൊക്കെ എന്താണെന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ലേറ്റസ്റ്റ് ന്യൂസിൽ അവരുടെ പ്രൊഡക്ട്സിൻ്റെ ന്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എത്ര വലിപ്പമുള്ള എത്ര വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ കോമ്പണൻസും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മുകളിൽ നമുക്കിവിടെ അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എന്ന കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ട്രോമൽ, ഹൈഡ്രോസൈക്ലോൺസ്, സ്ലറി ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒന്ന് വിയർ റെസിസ്റ്റൻറ്റ് ലൈനസ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ആ കാര്യം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും വലിപ്പം കൂടിയ അല്ലെങ്കിൽ ഇത്രയും വലിയ ആപ്ലിക്കേഷൻസ് ഉള്ള മെഷീൻസും അതിനോടനുബന്ധിച്ച പാർട്സും കാര്യങ്ങളൊക്കെയാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ പ്രധാന കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പോളിമർ ബേസ്ഡ് മില്ലൈനേഴ്സ് ഉണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഈ കമ്പനി. അത് ഈ കമ്പനീൻ്റെ വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയണം. ഇന്ത്യയിലെ വലിയ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, പക്ഷേ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ആ കമ്പനിയുടെ കപ്പാസിറ്റിയും ആ കമ്പനിയുടെ ഒരു ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. രണ്ടാമത്തെ സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് പ്രൊഡക്റ്റ് കേറ്റർ ടു ആഫ്റ്റർ മാർക്കറ്റ് സ്പെൻസ് പ്രൊവൈഡിങ് റിക്കറിംഗ് റവന്യൂസ്. മൂന്നാമത്തെ ഒരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ഇൻഹൗസ് R&D ആൻഡ് മാനുഫാക്ചറിങ് കാപ്പബിലിറ്റീസ് ആൻഡ് സ്ട്രോങ് ഫോക്കസ് ഓൺ ക്വാളിറ്റി കൺട്രോൾ. ഇൻഹൗസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടി കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഹൗസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം തന്നെ നടക്കുന്നത്. പിന്നെ നല്ല സ്ട്രോങ് ഫോക്കസ് ഓൺ ക്വാളിറ്റി കൺട്രോൾ. അത് തീർച്ചയായിട്ടും ഇത്രയൊരു വലിയ മെഷീൻസിൻ്റെ ഇത്രയും ഗ്ലോബൽ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. അത് ഈ കമ്പനി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എടുത്ത് പറയേണ്ടതാണ്. പിന്നെയുള്ളൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ഗ്ലോബൽ കസ്റ്റമർ ബേസ് എന്നാണ്. നമ്മൾ പറഞ്ഞു ലോകത്തിലെ തന്നെ വലിയ കമ്പനികളിലൊന്നാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഗ്ലോബൽ കസ്റ്റമർ ബേസ് ഉണ്ടാവും. അത് ഈ കമ്പനിയുടെ വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാന സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് കൺസിസ്റ്റൻറ്റ് മാർക്കറ്റ് ഗ്രോത്ത് ആണ്. വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഗ്രോത്ത് ഇവർക്കുണ്ട്. അത് ഇവരുടെ ഒരു വലിയ സ്ട്രെങ്ത് തന്നെയായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ അടുത്തൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ടീം. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടീമും അതേപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സും ഈ കമ്പനിക്ക് ഉണ്ട്. ഒബ്ജക്ട്സ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ടു അച്ചീവ് ദ ബെനിഫിറ്റ് ഓഫ് ലിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ കമ്പനിക്ക് പല നേട്ടങ്ങളുണ്ട്. അത്തരം നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ കമ്പനി ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ പറയുന്ന പോലെ കടം തിരിച്ചടക്കാൻ അല്ലെങ്കിൽ മറ്റ് പർപ്പസിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി അങ്ങനെ ഒരു രീതിയിലല്ല കമ്പനി ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ടേഗ ഇൻഡസ്ട്രീസ് IPO ടൈം ടേബിളാണ്. IPO ഓപ്പൺ ചെയ്യുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. IPO ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 3-ാം തീയതി. ബേസിസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഡിസംബർ 8-ാം തീയതി. റീഫണ്ട്സ് ഡേറ്റ് വരുന്നത് ഡിസംബർ 9-ാം തീയതി. ക്രെഡിറ്റ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് നടക്കുന്നത് ഡിസംബർ 10-ാം തീയതി. IPO ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. 619.23 കോടി രൂപയുടെ ഇഷ്യൂ സൈസിലാണ് കമ്പനി IPOക്ക് വരുന്നത്. 1,36,69,478 ഇക്വിറ്റി ഷെയറുകളാണ് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി കമ്പനി ഉദ്ദേശിക്കുന്നത്. അത്രയും ഷെയറുകൾ അടങ്ങുന്ന ഇഷ്യൂ സൈസാണ് 619.23 കോടി എന്ന് പറയുന്നത്. ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഒന്നും തന്നെയില്ല. ഓഫർ ഫോർ സെയിൽ ത്രൂ ആണ് ഈ IPO മുഴുവനായിട്ട് നടക്കാൻ പോകുന്നത്. അതായത് ഇഷ്യൂ സൈസായ 619.23 കോടി രൂപ മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണ്. അതായത് ഇപ്പോൾ നിലവിൽ പ്രൊമോട്ടേഴ്സിൻ്റെയും മറ്റ് ഷെയർ ഹോൾഡറുടെ കയ്യിലേക്കുള്ള ഷെയറുകൾ പബ്ലിക്കിന് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു IPO വഴി ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് ഒബ്ജക്ട്സ് ഓഫ് ദി ഇഷ്യൂവിൽ പറഞ്ഞ കാര്യം. ഇവിടെ ഫ്രഷ് ഇഷ്യൂ ഒന്നും നടക്കുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് വഴിയുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നതിൽ ഒരു ബെനിഫിറ്റ് കമ്പനിയുടെ നിലവിലത്തെ പ്രൊമോട്ടേഴ്സിൻ്റെതും ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയറുകൾ പബ്ലിക്കിലേക്ക് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ലിക്വിഡിറ്റി കൂടും. ലിക്വിഡിറ്റിയുടെ കാര്യം മാത്രമല്ല, മറ്റനേകം ബെനിഫിറ്റ്സും കമ്പനിക്ക് നേടാനുണ്ട്. ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തതുകൊണ്ട് ആ കമ്പനിക്ക് മാത്രം കിട്ടുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ കമ്പനീൻ്റെ ബ്രാൻഡ് നെയിം, ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വഴി ആ കമ്പനിക്ക് കിട്ടാവുന്ന സ്റ്റാൻഡേർഡ്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പറഞ്ഞ ഓഫർ ഫോർ സെയിൽ. നിലവിലത്തെ പ്രൊമോട്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഷെയറുകൾ വിറ്റൊഴിവാക്കുക എന്നുള്ളത് ഒരു കാരണമാണ്. 10 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ് ഫേസ് വാല്യൂ. 443 രൂപ മുതൽ 453 രൂപ വരെയാണ് പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. 33 ഷെയറുകൾ അടങ്ങുന്നതാണ് ഒരു മാർക്കറ്റ് ലോട്ട്. മിനിമം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലോട്ടാണ്. ഒരു ലോട്ടിനെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ആ ഒരു ലോട്ടിൽ 33 എണ്ണം ഷെയറുകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 14,949 രൂപയാണ്. മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ വരുന്നത് 13 ലോട്ടുകളാണ്. 13 ലോട്ടിൽ 429 എണ്ണം ഷെയറുകൾ ഉണ്ടാവും. അപ്പോൾ മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ വേണ്ട മാക്സിമം റീറ്റെയിൽ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 1,94,337 രൂപയാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ടേഗ ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഒരു സമ്മറിയാണ്. ഫിനാൻഷ്യൽ ഇയർ 2019, 2020, 2021 മുഴുവൻ സമ്മറിയും 2022 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റവന്യൂ, എക്സ്പെൻസ്, നെറ്റ് ഇൻകം, മാർജിൻ എന്നിവ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മൂന്നാമത്തെ റോയായ നെറ്റ് ഇൻകം ഒന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട്സ് ഒക്കെ കോടികളിലാണ്. 2019 ഫിനാൻഷ്യൽ ഇയറിൽ 32.7 കോടി രൂപയുടെ നെറ്റ് ഇൻകമാണ് ഉണ്ടായിട്ടുള്ളത്. 2020 ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ അത് 65.5 കോടിയുടെ നെറ്റ് ഇൻകമായിട്ട് ഉയർന്നിട്ടുണ്ട്. 2021 ഫിനാൻഷ്യൽ ഇയറിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ഉയർന്ന് 136.4 കോടി രൂപയുടെ നെറ്റ് ഇൻകത്തിലേക്ക് വന്നിട്ടുണ്ട്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും 11.9 കോടി രൂപയുടെ നെറ്റ് ഇൻകമാണ് ഉണ്ടായിട്ടുള്ളത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോൾ കമ്പനി നല്ല ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ഗ്രാജുവലി അപ്വേർഡ് മൊമെൻറ്റിലാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2021 ഫിനാൻഷ്യൽ ഇയർ പ്രകാരമുള്ള കമ്പനിയുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ EPS കാണിക്കുന്നത് 20.48 രൂപയാണ്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് RONW കാണിക്കുന്നത് 22.23%. നെറ്റ് അസറ്റ് വാല്യൂ NAV കാണിക്കുന്നത് 105.04 രൂപ. ഇൻഡസ്ട്രീസ് IPOയുടെ റിസർവേഷൻ പാറ്റേൺ നമുക്ക് നോക്കാം. QIB ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയിട്ട് 50%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 35%, NII നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 15% റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മദൻ മോഹൻ മൊഹാൻക, മഞ്ജു മൊഹാൻക, മനീഷ് മൊഹാൻക, മേഹുൽ മൊഹാൻക, നിഹാൽ ഫിസ്ക്കൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയവരാണ് കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ളത്. പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രീ ഇഷ്യൂ ഷെയർ ഹോൾഡിംഗ് വരുന്നത് 85.17%. പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിങ്ങിലേക്ക് വരുമ്പോൾ 79.17% മാറാനാണ് സാധ്യത. ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ 2 പേരാണ് ലീഡ് മാനേജേഴ്സ് ആയിട്ടുള്ളത്. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് IPOയുടെ രജിസ്ട്രാർ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടേഗ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ IPO കുറിച്ച് പറയാനുള്ളത്. കമ്പനീൻ്റെ പ്രവർത്തന മേഖല ഡിഫറൻ്റ് ആണ്, വളരെ നല്ലൊരു കമ്പനിയാണ്, ഗ്ലോബൽ പ്രസൻസ് ഉള്ള ലോകത്തിലെ തന്നെ മുൻനിരയിലുള്ള ഒരു കമ്പനി തന്നെയാണ് ടേഗ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി. ഫിനാൻഷ്യൽ സൈഡിൽ നോക്കുമ്പോഴും കമ്പനി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. നമ്മളിപ്പോൾ അനലൈസ് ചെയ്ത ഈ ഫിനാൻഷ്യൽ ഇയറിലും കമ്പനി നഷ്ടത്തിലല്ല, കമ്പനി ലാഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, നല്ല പെർഫോമൻസ് ആണ് കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ കമ്പനീൻ്റെ ഒരു ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ സമ്മറി പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു നല്ല കമ്പനി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ IPO അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡീപ്പായ സീരിയസ് ആയ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഈ IPOയിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. ഈ IPO മാത്രമല്ല, ഏതൊരു IPO ആയാലും നിങ്ങളുടെ സ്വന്തം ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. ഇന്ന് ചെയ്ത ടേഗ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ കമ്പനീൻ്റെ IPO കുറിച്ച് ചെയ്ത ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓഹരി വിപണിയിലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്